ഹായ്, വെൽക്കം ടു ലേണിംഗ് പ്ലാനറ്റ്. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇങ്ങനെയുള്ളത് നമുക്ക് എല്ലാ ദിവസവും ആരോടെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴോ മറ്റാരെങ്കിലും മാർക്കറ്റിൽ നിന്ന് കാണുമ്പോഴോ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഈ വെള്ളം കുടിക്കാൻ നല്ലതാണോ? നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ചെന്നാൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാം. നോക്കൂ, ഈസ് ദ വാട്ടർ പോർട്ടബിൾ? ഇതാണ് ശരിക്കും വൺ വേർഡ്. ഡ്രിങ്കബിൾ, നമുക്ക് കുടിക്കാൻ പറ്റുന്നതിന് നമ്മൾ പറയുന്നൊരു വാക്കാണ് പോർട്ടബിൾ. പക്ഷേ നമുക്ക് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഈസ് ദ വാട്ടർ സേഫ് ടു ഡ്രിങ്ക്? ഈസ് ദ വാട്ടർ സേഫ് ടു ഡ്രിങ്ക്? ഈസ് ദ വാട്ടർ പോർട്ടബിൾ? എവിടെ ചെന്നാലും നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, ഈ വെള്ളം കുടിക്കാമോ? അങ്ങനെ സേഫാണോ? അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ഈസ് ദ വാട്ടർ പോർട്ടബിൾ? ഈസ് ദ വാട്ടർ പോർട്ടബിൾ? ഓർ ഈസ് ദ വാട്ടർ സേഫ് ടു ഡ്രിങ്ക്? സേഫ് ടു ഡ്രിങ്ക്. ഓക്കെ. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ചെല്ലുമ്പം ആരെങ്കിലും ഒരു തിരക്കിലായിരിക്കും, എന്തെങ്കിലും അന്വേഷിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരയുകയായിരിക്കും. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ചോദിക്കുന്നത്, നീ എന്തെങ്കിലും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നീ എന്തെങ്കിലും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ചോദിക്കുന്നത് നോക്ക്. ആർ യു ലുക്കിംഗ് ഫോർ സംതിങ്? ആർ യു ലുക്കിംഗ് ഫോർ സംതിങ്? ആർ യു ലുക്കിംഗ് ഫോർ സംതിങ്? അപ്പോൾ ആൾ നോക്കുകയാണെങ്കിൽ അയാൾ എന്ത് പറയും? യാ, ഐ ആം ലുക്കിംഗ് ഫോർ മൈ വാലറ്റ്. ഐ ആം ലുക്കിംഗ് ഫോർ മൈ കീ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കയ്യിൽ അത് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈസ് ദിസ് യുവർ കീ? ഈസ് ദി കീ ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ? ഈസ് ദിസ് യുവർ കീ? അപ്പോൾ ആണെങ്കിൽ എന്ത്? യാ, യെസ്, ദാറ്റ്സ് മൈ കീ. യാ, താങ്ക് യു, അല്ലേ? ഒരു താങ്ക്സ് ഒക്കെ പറയും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നോക്കാം. ആർ യു ലുക്കിംഗ് ഫോർ സംതിങ്? ആർ യു ലുക്കിംഗ് ഫോർ സംതിങ്? നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണോ? നമ്മൾ നോർമലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആർ യു ലുക്കിംഗ് ഫോർ സംതിങ്? അപ്പോൾ ആ നോക്കുന്ന വസ്തു എന്താണോ എന്ന് പറയും. ഐ ആം ലുക്കിംഗ് ഫോർ മൈ കീ, ഐ ആം ലുക്കിംഗ് ഫോർ മൈ വാലറ്റ്, ഐ ആം ലുക്കിംഗ് ഫോർ മൈ അംബ്രല്ല, ഐ ആം ലുക്കിംഗ് ഫോർ മൈ ന്യൂ ടീഷർട്ട്. ഇങ്ങനെ എന്താണോ തിരയുന്നത് അതാണ്. സോ ഷാൽ ഐ ഹെൽപ്പ് യു? ഞാൻ നിന്നെ സഹായിക്കണോ? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം ചോദിക്കും. മറ്റൊരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, കണ്ടിട്ട് കുറേ കാലമായല്ലോ, നിന്നെ കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ, നീ എവിടെയായിരുന്നു? ഇപ്പോൾ രണ്ട് രീതിയിലൊക്കെ ചോദിക്കാം, രണ്ടും മൂന്നും നാലും രീതിയിൽ ചോദിക്കാം. നമുക്ക് കണ്ടിട്ടൊരു കുറച്ച് കാലമായല്ലോ, ഇത്തിരി കാലമായല്ലോ, അപ്പോൾ ഒത്തിരി കാലമായല്ലോ കണ്ടിട്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. മലയാള പദങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഭാഷ 100% ഉപയോഗിച്ചിട്ടല്ല ചോദിക്കുക, അല്ലേ? അപ്പോൾ നോക്കാം. നിന്നെ കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ, നീ എവിടെയാണ്, എവിടെയായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഐ ഹാവൻറ്റ് സീൻ യു ഫോർ എ പ്രെറ്റി ലോങ് ടൈം. ഐ ഹാവൻറ്റ് സീൻ യു ഫോർ എ പ്രെറ്റി ലോങ് ടൈം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു കുറച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പ്രെറ്റി ഭംഗിയുള്ളതെന്നൊക്കെയാണ്. ഒരല്പം കാലമായല്ലോ നിന്നെ കണ്ടിട്ട്. ഐ ഹാവൻറ്റ് സീൻ യു ഫോർ എ പ്രെറ്റി ലോങ് ടൈം. ഐ ഹാവൻറ്റ് സീൻ യു ഫോർ എ പ്രെറ്റി ലോങ് ടൈം. പറഞ്ഞു നോക്കൂ. ഐ ഹാവൻറ്റ് സീൻ യു ഫോർ എ പ്രെറ്റി ലോങ് ടൈം. ആ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിക്കുക. നീ എവിടെയാകുന്നു? വേ ഹാവ് യു ബീൻ? അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് നീ എവിടെയായിരുന്നു എന്നല്ല ചോദിക്കുക, നീ എവിടെയാണ്, അല്ലേ? വേ ഹാവ് യു ബീൻ? വേ ഹാവ് യു ബീൻ? ഐ ഹാവൻറ്റ് സീൻ യു ഫോർ എ പ്രെറ്റി ലോങ് ടൈം. വേ ഹാവ് യു ബീൻ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേർ യു? നിങ്ങൾ എവിടെയായിരുന്നു? വേർ യു, അല്ലേ? വേർ യു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾ സ്വാഭാവികമായിട്ടും എന്ത് പറയും? ആക്ച്വലി ഐ വാസ് ഇൻ ബാംഗ്ലൂർ ആൻഡ് ഐ വാസ് വെരി ബിസി ദർ. ഐ ഹാഡ് സച്ച് എ ടൈറ്റ് ഷെഡ്യൂൾ. ഷെഡ്യൂളൊന്നും സ്കെഡ്യൂളൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷുമായിട്ട് വാക്കുകൾ മാറുമ്പോഴുള്ള ഉച്ചാരണത്തിലെ വ്യത്യാസമാണ് നിങ്ങൾ അങ്ങനെ കേൾക്കുന്നത്. രണ്ടും ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ നോക്കാം. ഐ ഹാവൻറ്റ് സീൻ യു ഫോർ എ പ്രെറ്റി ലോങ് ടൈം. ഐ ഹാവൻറ്റ് സീൻ യു ഫോർ എ പ്രെറ്റി ലോങ് ടൈം. എവിടെയായിരുന്നു? രണ്ട് രീതിയിൽ ചോദിക്കാം. സിമ്പിൾ പാസിൽ തന്നെ ചോദിക്കാം. വേർ യു ഓർ വേ ഹാവ് യു ബീൻ? വേ ഹാവ് യു ബീൻ? വേർ ഹാവ് യു ബീൻ? അങ്ങനെ ചോദിക്കാം. ഇനി ഞാൻ നിന്നെ കാത്തുകൊണ്ടിരുന്നു, മടുത്തു. കാത്തുകൊണ്ടേയിരുന്നു, ഞാൻ നിന്നെ കുറേ സമയം കാത്തുകൊണ്ടിരുന്നു, ആകെ മടുത്തു. അപ്പം നമ്മൾ എന്താ പറയുക? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം.
and I got tired. I have been waiting for you for a long time and I got tired. I got exhausted. Exhausted എന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം. I haven't seen you. I have been waiting for you for a long time. ഞാൻ കുറേ സമയം നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. I have been waiting for you for a long time and got exhausted and got tired. I am really tired. അങ്ങനെയും പറയാം. അത് നമ്മൾ ഒരു കാത്തിരുന്നതിൻ്റെ അക്ഷമ കാണിക്കുകയാണ്. Here we are showing our impatience for waiting the friend. ഫ്രണ്ടിന് നമ്മൾ കാത്തിരിക്കുന്നതിൽ അക്ഷമ കാണിക്കുകയാണ്. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും പറയും, I am really sorry. I tried to reach here on time, but the traffic block has disrupted my plans. എൻ്റെ പ്ലാൻ ആകെ തകർത്തു. Upset my plans. Sorry. ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. നമ്മൾ കുട്ടികളോട് ചോദിക്കും സാധാരണഗതിയിൽ, ഇന്ന് സ്കൂളിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ടായി? ഞാനിവിടെ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ കണ്ടെത്തുക. ഇന്ന് സ്കൂളിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ടായി? എന്തൊക്കെ വിശേഷങ്ങളാണ് സ്കൂളിൽ? അമ്മമാരൊക്കെ പൊതുവെ കുട്ടികൾ മടങ്ങി വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കാര്യം കൈകാര്യം ചെയ്യാം. ഇന്ന് സ്കൂളിൽ എന്തെല്ലാം വിശേഷമുണ്ടായി എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നിങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം നോക്കുക. ഈ തരത്തിലുള്ള എക്സ്പ്രഷൻസ് നന്നായി പഠിച്ചു വെക്കുക. നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ളതാണ്. നമ്മൾ കുറേ എക്സ്പ്രഷൻസ് പഠിച്ചെടുക്കുന്നതോടെ തന്നെ നമുക്ക് പല ടെൻസുകളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇത്തരം സെൻറ്റൻസുകൾ പ്രയോഗിക്കാനും കഴിയും. നമ്മുടെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന നമ്മുടെ ആഗ്രഹം അങ്ങനെ ലക്ഷ്യത്തിലെത്തും. നിങ്ങൾക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പഠിക്കാനും വർക്കൗട്ട് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾ പരിശ്രമിക്കുക, വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അവസാനം പറഞ്ഞ സെൻറ്റൻസ്, ഇന്ന് സ്കൂളിൽ എന്തെല്ലാം വിശേഷമുണ്ടായി, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.